ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16 പുതിയ തെരുവിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന കെ അജയകുമാർ മത്സരത്തിൽ നിന്ന് പിന്മാറി. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് അജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ചിറക്കൽ പഞ്ചായത്ത് പുതിയ തെരുവിലെ 16-ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി. അത് ഞാൻ UDFൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ UDFൻ്റെ 16-ാം വാർഡിൽ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ ജംഷിദ് VC കൊടുത്തിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ അതെന്തെങ്കിലും കാരണവശാൽ തള്ളപ്പെടുകയാണെങ്കിൽ എന്ന നിലയിൽ ഞാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ നാമനിർദ്ദേശ പത്രിക നൽകി. എന്നാൽ മുസമ്മിൽ കോറോത്ത് എന്ന ഒരു UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ കൂടിയാണ് ജംഷിദ് VC. അത് ജംഷിദ് VCയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുകയും അതോടുകൂടി അംഗീകരിച്ചതുകൊണ്ട് ഞാനിത് പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അന്ന് എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ വേണം പിൻവലിക്കാൻ എന്നതുകൊണ്ട് അത് അന്ന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ പിൻവാങ്ങണം എന്നാഗ്രഹിക്കുന്നത്. ഞാനെന്നും ഇനി UDFൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ടുണ്ടാവും. ഞാൻ ഇന്നും UDFകാരൻ തന്നെ ആയിരിക്കും. എന്നാൽ ഇത് ഞാൻ ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കുപ്രചരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഞാൻ UDF വിമതനാണ് എന്ന നിലയിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. സ്ഥാനാർത്ഥി VC ജംഷിദ്, PK കമറുദ്ദീൻ, KM ലൗജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡ്കോ ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക് താണ, കണ്ണൂർ.